ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പായസമാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന നല്ല രുചിയുള്ള പായസമാണ് കേട്ടോ ഇത്. ഏത് വിശേഷ അവസരങ്ങളിലും നമ്മുടെ ഈ അരിപ്പായസം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. പായസം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ഉണക്കലരി 200 ഗ്രാം അളവിലുണ്ട്. പായസം റൈസ് എന്ന് പറഞ്ഞും നമുക്കിത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഇപ്പോൾ മുഴുവനായിട്ടുള്ള ഉണക്കലരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ 2ആയിട്ട് മുറിച്ചിട്ടുള്ള നുറുക്കരിയായിട്ടും കിട്ടും. ആ നുറുക്കരിയും നമുക്ക് ഈ പായസത്തിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ റൈസ് ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അരി ഇവിടെ ഇപ്പോൾ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കണം. നമ്മളിവിടെ റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് നാളികേരത്തിന്റെ 3-ാം പാലിലാണ്. 1 കപ്പ് റൈസിന് 3 കപ്പ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-ാം പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്തും നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നാളികേരപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുമ്പോൾ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അരിപ്പായസത്തിന്റെ ടേസ്റ്റും കൂടുതലായിരിക്കും. നെയ്യ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ 3-4 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അരി ഇവിടെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പായസത്തിന് വേണ്ട ശർക്കര ഉരുക്കിയെടുക്കാം. 2 കപ്പ് ശർക്കരയാണ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഗ്രേറ്റ് ചെയ്ത ശർക്കര ഒരു പാനിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 400 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിന് അനുസരിച്ചുള്ള അളവിൽ ശർക്കര എടുത്താൽ മതിയാകും കേട്ടോ. പായസത്തിന് വേണ്ടിയിട്ട് ശർക്കര എടുക്കുമ്പോൾ നല്ല കറുത്ത ശർക്കര തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിനും നല്ല കളർ കിട്ടും. ശർക്കര ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ശർക്കര നമുക്ക് ഒരു നൂൽ പരുവ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ശർക്കരയിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ശർക്കര പാനി അരിച്ചിട്ട് വേണം ഉപയോഗിക്കേണ്ടത്. ഈ ശർക്കര പാനി അരിച്ച് മാറ്റി വെക്കാം. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീം പോയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കാം. റൈസ് ഇവിടെ നല്ലതുപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത നാളികേരപ്പാല് വറ്റി കറക്റ്റ് പാകത്തിന് നമുക്ക് റൈസ് ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം അരി കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുക്ക് ചെയ്തെടുത്ത ചോറ് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരി നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവൂ. ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ചോറ് വെന്ത് വരില്ല. അതുകൊണ്ട് തന്നെ അരി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രമേ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവൂ കേട്ടോ. ശർക്കരപ്പാനി വറ്റി കുറുകി വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകൂ കേട്ടോ. ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ വരട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കാതെയാണ് വരട്ടിയെടുക്കുന്നത്. അരിപ്പായസം ആയതുകൊണ്ട് തന്നെ നമ്മൾ വരട്ടിയെടുക്കുന്ന ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുക്കണം എന്നില്ല. നെയ്യ് ചേർത്ത് കൊടുക്കാതെ വരട്ടിയെടുത്താലും നമ്മുടെ ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു 8 മിനിറ്റോളം ആയിട്ടുണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ശർക്കര പാനി നല്ലതുപോലെ വറ്റി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ പാത്രത്തിന്റെ അടിഭാഗമൊക്കെ നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റുന്നുണ്ട്. ശർക്കരപ്പാനി ചോറിൽ നല്ലതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകം വരെ നമ്മളിത് വരട്ടിയെടുക്കണം. ഇതേപോലെ ശർക്കരപ്പാനിയിൽ വരട്ടിയെടുത്ത് പായസം തയ്യാറാക്കി എടുക്കുമ്പോൾ പായസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നാളികേരത്തിന്റെ 2-ാം പാൽ ചേർത്ത് കൊടുക്കണം. നാളികേരത്തിന്റെ 2-ാം പാൽ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിവിടെ 2.5 കപ്പ് അളവിലാണ് 2-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2-ാം പാൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. 2-ാം പാൽ ചേർത്തതിന് ശേഷം നമ്മുടെ പായസം ഒരു 5 മിനിറ്റ് നേരം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. 2-ാം പാൽ ചേർത്ത് നല്ലതുപോലെ തിളച്ച് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം.
ഇവിടെ 10 ഏലക്കയാണ് ട്ടോ പൊടിച്ചു ചേർത്തിട്ടുള്ളത്. ചുക്കുപൊടിയുടെയും ജീരകപ്പൊടിയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്ടോ. ചുക്കുപൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ പായസത്തിൽ അതിന്റെ ഫ്ലേവർ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഞാനിവിടെ ഏലക്കപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഏലക്കപ്പൊടി നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരത്തിന്റെ 1/4 പാൽ ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ 1/4 പാൽ ആഡ് ചെയ്ത് കൊടുക്കാവൂ. 1/4 പാൽ 1.5 കപ്പ് അളവിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നാളികേരത്തിന്റെ 1/4 പാൽ ചേർത്തതിന് ശേഷം നമ്മുടെ പായസം തിളയ്ക്കാൻ പാടില്ല. 1/4 പാൽ ചേർത്തതിന് ശേഷം പായസം തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പായസം ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പായസം ചെറുതായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മുടെ പായസത്തിലേക്ക് വേണ്ടിയിട്ട് അല്പം നാളികേരക്കൊത്തും കാഷ്യൂസും റൈസിൻസും വറുത്തിടണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് നമ്മുടെ ഇഷ്ടത്തിനുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്ടോ. നെയ്യ് ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കണം. നാളികേരക്കൊത്ത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നാളികേരക്കൊത്ത് വേണം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നാളികേരക്കൊത്ത് ഫ്രൈ ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. നാളികേരക്കൊത്ത് ഫ്രൈ ആയി ചെറുതായിട്ട് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നാളികേരക്കൊത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. കൂടുതൽ ഡാർക്ക് ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ കാഷ്യൂസ് ലൈറ്റ് ആയിട്ട് കളർ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരക്കൊത്ത് കാഷ്യൂസ് റൈസിൻസ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ട്ടോ. കൂടുതൽ ഡാർക്ക് കളർ ആവാതെ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ നാളികേരക്കൊത്ത് കാഷ്യൂസ് റൈസിൻസ് എല്ലാം പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പായസത്തിൽ ചേർത്ത് കൊടുക്കേ വേണ്ടൂ. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ അരിപ്പായസം ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ പായസം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇലയിൽ വിളമ്പാൻ പാകത്തിനുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് പായസം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ സ്വാദേറിയ അരിപ്പായസമാണ് ട്ടോ ഇത്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രുചിയിലുള്ള പായസമാണിത്. അപ്പോൾ എല്ലാവരും ഈ അരിപ്പായസം ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം ട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ. താങ്ക് യു. ബൈ.